ഹായ്, ഞാൻ എൻ്റെ അവസാന 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി നിംഹാൻസിന് എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി എൻട്രൻസ് എക്സാമിനെ കുറിച്ചായിരുന്നു. അതിൽ ഒന്ന് എന്താണ് ഇത്രയും കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവാൻ കാരണം, നിംഹാൻസിൻ്റെ പ്രത്യേകതകൾ. 2 ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് എൻട്രൻസിന് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇപ്പോൾ 2 ദിവസം മുൻപ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ കുറേ പേര് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും, ഒരുപാട് പേര് ഔട്ടായിട്ടുണ്ടാവും. സംശയങ്ങൾ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ച ഡൗട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഏതെങ്കിലും കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നോ, കോച്ചിങ് എടുക്കുന്നത് ഹെൽപ്ഫുൾ ആവുമോ, കോച്ചിങ് ഇല്ലാതെ നിംഹാൻസ് സൈക്കോളജിയുടെ എൻട്രൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ. അതുപോലെ മറ്റൊന്നായിരുന്നു പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് നിംഹാൻസ് എൻട്രൻസിന് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ. അതുപോലെ നിംഹാൻസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷനാണോ. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ MCQs ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, നോട്ട്സ് എവിടെ നിന്നാണ് കിട്ടുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോച്ചിങ് എടുക്കുന്നത് ഉപകാരമാണോ അല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് കോച്ചിങ് സെൻറ്റർ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി RC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം എൻട്രൻസ് പ്രിപ്പറേഷൻ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും ഓൾറെഡി, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ലതായിരിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മെറ്റീരിയൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻട്രൻസ് പ്രിപ്പറേഷനിൽ. കാരണം ഓൾറെഡി നമുക്ക് ഹാൻസിൻ്റെ സൈക്കോളജി എൻട്രൻസ് ചെയ്യുന്നവരൊക്കെ തന്നെ PG കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ 4 ഇയർ UG 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് സൈക്കോളജിയുടെ മെറ്റീരിയൽസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ UGയും PGയും പഠിച്ച സമയത്ത് നിങ്ങളെ അടുത്തുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ. ആക്ച്വലി അത്തരം മെറ്റീരിയൽസ് ഇനഫ്. അത്തരം മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു സൈക്കോളജി ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വായിച്ച് അതിലെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങും ഇല്ലാതെ MPhil ക്ലിനിക്കൽ അല്ലെങ്കിൽ നിംഹാൻസ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ എൻട്രൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അപ്പോൾ തന്നെ അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ക്യാഷൊന്നും റീഫണ്ട് ചെയ്തില്ല, പക്ഷേ ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റിട്ടേൺ വേണമെന്ന്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പർച്ചേസ് ചെയ്ത ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ വളരെ ഫ്ലോപ്പായിരുന്നു. ഒരുപാട് ഗ്രാമാറ്റിക്കൽ ഇറേഴ്സ്, അവർ തന്നിട്ടുള്ള MCQ ഒരുപാട് ഇറേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UGC നെറ്റിൻ്റെയൊക്കെ ഒരുപാട് കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഞാൻ പൊതുവേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കുറ്റം പറയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് അവർ കൊടുക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറേ MCQs എവിടെയെങ്കിലുമൊക്കെ ജനറേറ്റ് ചെയ്ത് ഇടുക. അതിൻ്റെ ഓപ്ഷൻസ് പോലും റൈറ്റ് ആണോ റോങ് ആണെന്ന് അവർ നോക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻട്രൻസ് എഴുതിയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ച് കിട്ടുന്ന അത്ര പോലും ഇൻഫർമേഷൻസ് ഇവരെത്രയും കോച്ചിങ് സെൻറ്ററുടെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും കോച്ചിങ് സെൻറ്ററിലേക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളാണ്. കാരണം നിംഹാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്യുന്നില്ല, ഓൺലൈൻ മോഡാണ്. ഈവൻ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ പോലും നമുക്ക് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം കോച്ചിങ് സെൻറ്റർ പൊതുവെ യൂസ് ചെയ്യുന്നൊരു മാർഗ്ഗം ഇതാണ്. അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അവരത് അവരുടെ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കോച്ചിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതെന്നറിയാം. A to Z എല്ലാ കാര്യങ്ങളും സൈക്കോളജിയിൽ നിങ്ങൾ ഡിഗ്രിയും PGയും പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അതൊക്കെ വൈഡായിട്ട് ഡെപ്തായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നില്ല ഒരു കോച്ചിങ് സെൻറ്റർ ആവശ്യമുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബിലാണെങ്കിലും സൈക്കോളജിയുടെ എല്ലാ മേഖലകളും വരുന്ന, അപ്പോൾ നെറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം ഫ്രീ റിസോഴ്സുകളെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സജഷൻ പറയാനുള്ളത്. ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ ഒട്ടും മോട്ടിവേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു, ഒരു കോച്ചിങ് സെൻറ്റർ ഞാൻ സമീപിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കോച്ചിങ് സെൻറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നില്ല. എൻ്റേതായിട്ടൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു
ജോബ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ട് നല്ലൊരു സ്ട്രാറ്റജിയാണോ എന്നുള്ളത് എനിക്ക് പൊതുവെ തോന്നിയിട്ട് ഞാൻ നിമാൻസ് മാത്രമായിരുന്നു ഒരു 2-3 വർഷമായിട്ട് ലാസ്റ്റ് 3 വർഷമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ എൻട്രൻസ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ടൈം അല്ലെങ്കിൽ കുറച്ച് കാലം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഉറപ്പ് വേണം കിട്ടുന്ന ഉറപ്പ് വേണം നമുക്ക്. കാരണം ഹൈലി കോമ്പറ്റീറ്റീവാണ്. വളരെ ചെറിയ സാധ്യത ആയിരിക്കും നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കി എഴുതുക എന്നുള്ള. കുറേ പേര് അങ്ങനെ എഴുതുന്നുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ എൻട്രൻസിൽ നിന്ന് ഔട്ടായിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരൊക്കെ തന്നെ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുക നെക്സ്റ്റ് ഇയറിലേക്ക് ഫുൾ ടൈം എൻട്രൻസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിരിക്കും. പ്രത്യേകിച്ച് അവർ വേറെ എവിടെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത്തരം സ്റ്റുഡൻസിനോട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് നിങ്ങളുടെ റാങ്ക് ബാക്ക് ആണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ്ലി കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, ഒരു 3-4 മാസം ഫുൾ ടൈം ഇതിന് മാറ്റി വെക്കേണ്ടി വരും. ഈവൻ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും സെക്കൻഡറി ആയിട്ട് മാത്രം ജോലിയെ കാണുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ഫോക്കസ് നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എൻട്രൻസ് ക്രാക്ക് ചെയ്തവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ച് അവസാനത്തെ ഒരു 3-4 മാസമെങ്കിലും കുറച്ചധികം സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ക്രാക്ക് ചെയ്ത് നമ്മൾ എൻട്രൻസ് ചെയ്ത എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ടൈം എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നൊരു വളരെ വിരളമായിരിക്കും. ഫസ്റ്റ് എൻട്രൻസ് ചെയ്തിട്ട് കിട്ടുക എന്നുള്ളത്. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഓരോ പ്രാവശ്യം നിങ്ങൾ എൻട്രൻസ് എഴുതുമ്പോഴും ആ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. അതിൽ ഓപ്ഷൻസ് എഴുതി വെക്കുക. ആ ഓപ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ChatGPT DeepSeek യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI ടൂളുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഏതൊക്കെ ഇമ്പോർട്ടൻസ് ഏരിയാസ് ആണ്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് ഏരിയാസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അത് റൈറ്റ് ഡൗൺ ചെയ്യുക. വേർഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ChatGPT കൊടുക്കുക. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു 20 ഏരിയ അല്ലെങ്കിൽ ഒരു 50 ഏരിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ 50 ഏരിയയിൽ നിന്ന് ഒരു 5% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5 മാർക്ക് എന്ന് പറയുന്ന നമ്മുടെ 5 മാർക്ക് ഈ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം. 5 മാർക്കിൻ്റെ ഡിഫറൻസ് എത്രത്തോളം റാങ്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്, മാർക്കിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ പിന്നെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു, നിംഹാൻസ് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വേറെ എൻട്രൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഒരു പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ MPhil ആണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയാണ് നോക്കുന്നതെങ്കിലും PhD നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ PhDയുടെ എൻട്രൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നിംഹാൻസ് PhD എൻട്രൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന കോർ ഏരിയാസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഏരിയാസിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ഡൗൺ ചെയ്യുക. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് റോങ് ആയിരിക്കും നമുക്കറിയാം. ആ റോങ് ഓപ്ഷൻസും കൂടി നിങ്ങൾ എഴുതി വെക്കുക. ആ റോങ് ഓപ്ഷൻസ് ആണെങ്കിൽ പോലും അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ഇടാനുള്ള സാധ്യതയുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അടുത്ത വർഷം അതിനുള്ള സാധ്യത ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഫോക്കസ് ചെയ്യുക. AI ടൂളുകൾ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ടൂളുകൾ ഇത്തരം ഏരിയാസ് നമ്മൾ ChatGPT DeepSeek കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈസി ലെവൽ, ഡിഫിക്കൽട്ടി ലെവലൊക്കെയുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ള നല്ല ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യിപ്പിക്കുക. ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യിപ്പിക്കാം ChatGPT യൂസ് ചെയ്ത്. അപ്പോൾ AI ടൂളുകൾ നന്നായിട്ട് യൂസ് ചെയ്യുക. MCQs മാക്സിമം സോൾവ് ചെയ്യുക. പ്രധാനമായിട്ടും വേറെ യൂണിവേഴ്സിറ്റിയുടെ PGയുടെ എൻട്രൻസ് MCQs നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. പഴയതൊക്കെ എല്ലാം സോൾവ് ചെയ്യുക. മാക്സിമം ഒരു ദിവസം ഒരു 200 അല്ലെങ്കിൽ ഏതെങ്കിലും 2 യൂണിവേഴ്സിറ്റിയുടെയെങ്കിലും അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു 200-100 MCQs സോൾവ് ചെയ്യുക. അത് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് എത്രത്തോളം ടൈം ബേസ്ഡ് ആയിട്ട് സ്പീഡിലായിട്ട് MCQ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പല ക്വസ്റ്റ്യനും നമുക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ ഒരു 5 സെക്കൻഡിൽ താഴെ മാത്രം നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ചോദിക്കാം. ഓക്കെ, ബൈ.